നമസ്കാരം. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി തിരഞ്ഞെടുപ്പുകൾ ലഭിക്കുന്ന ഭൂരിപക്ഷമല്ല, അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവരും നിയമത്തിന് മുന്നിൽ സാധാരണ പൗരനെ പോലെ തന്നെ ഉത്തരവാദികളാണെന്ന വിശ്വാസമാണ്. ആ വിശ്വാസം തകരുമ്പോൾ ജനാധിപത്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ പഴയ പോലെ തന്നെ ആയിരിക്കും തോന്നുക. പക്ഷേ അതിന്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിന്റെ ചുമരുകൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കും. ഇന്ന് കേരള രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. ഒരു കുടുംബത്തിനെതിരായ ആരോപണങ്ങളുടെ കഥയല്ല ഇത്, അധികാരവും ധാർമ്മികതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കഥയാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ കെ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ ഭാഗമായി അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും സാമ്പത്തിക രേഖകളും ഇതിനോടകം പരിശോധിച്ച ഇഡി ഇനി സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്കും നീങ്ങുമെന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇഡി മരവിപ്പിച്ച സ്വകാര്യ ബാങ്കിലെ അക്കൗണ്ടിന്റെ ഭാഗമായുള്ള ലോക്കറാണ് പരിശോധിക്കുന്നത്. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി അവരുടെ സ്വത്തുകൾ ഇഡി കണ്ടുകെട്ടിയേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വീകരിക്കുന്ന നടപടിയാണ്. വീണയുടെ ബാങ്ക് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമാണ് ഇഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ശേഖരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വൈകാതെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് വിവരം. ഇതിനു പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. വീണയുടെയും എക്സാലോജി കമ്പനികളുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ് CMRL കമ്പനി ആയിരുന്നുവെന്ന് SFIO റിപ്പോർട്ടിൽ പറയുന്നു. കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് വീണയ്ക്ക് മാത്രം 2016-17 മുതൽ 2020-21 വരെ CMRL നൽകിയത് 2.07 കോടിയാണ്. എക്സാലോജിക്കിന് 2017-18, 2018-2019 സാമ്പത്തിക വർഷത്തിലായി 71 ലക്ഷവും നൽകി. വീണയും എക്സാലോജിക്കുമായുള്ള കരാറുകൾ CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞിട്ടില്ല. വീണയും CMRLുമായി 2017 മാർച്ച് മുതൽ 2020 ജൂൺ വരെ 93 ഇമെയിലുകൾ അയച്ചതിന്റെ ഉള്ളടക്കം പണമിടപാട് സംബന്ധിച്ച ഇൻവോയ്സ് മാത്രമായിരുന്നു. കമ്പനിക്ക് നൽകുന്ന സേവനത്തെ കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. CMRLിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്ന 2019 ജനുവരിയോടെ എക്സാലോജിക്കിന്റെ ഇൻവോയ്സുകൾ ഫയലിൽ രേഖപ്പെടുത്തുന്നത് CMRL അവസാനിപ്പിച്ചു. എന്നാൽ IT കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് വീണയ്ക്ക് 2020 ഏപ്രിൽ വരെ ഇൻവോയ്സ് അനുസരിച്ച് പണം നൽകി. പ്രധാന വരുമാനം നിലച്ചതിനാലാകാം 2021-22 ആയപ്പോഴേക്കും എക്സാലോജിക് നഷ്ടത്തിലായി. ഈ സംഭവത്തെ വെറും അന്വേഷണ നടപടിയായി മാത്രം കാണാൻ കഴിയാത്തതിന്റെ കാരണം രാഷ്ട്രീയത്തിന്റെ ധാർമ്മിക മുഖമാണ്. കാരണം സാധാരണ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ളതല്ല ഈ വിവാദം. ജനങ്ങളുടെ പണം ജനങ്ങൾക്കായി എന്ന് പതിറ്റാണ്ടുകളായി പ്രസംഗിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധികാര കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ അന്വേഷണ വാർത്തയും നിയമപരമായ ചോദ്യങ്ങളെക്കാൾ വലിയ ധാർമ്മിക ചോദ്യം സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുണ്ട്. അധികാരത്തിന്റെ തണലിൽ ചിലർക്കായി വേറിട്ട വഴികൾ തുറക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം. ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവും തെളിഞ്ഞു നിൽക്കുന്നു. അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതിക്കെതിരെ കടുത്ത ഭാഷയിൽ സംസാരിച്ചവർ ഇന്ന് സ്വന്തം കുടുംബത്തെ ചുറ്റിപ്പറ്റിയ ആരോപണങ്ങളിൽ നിശബ്ദതയുടെ അല്ലെങ്കിൽ അക്രമത്തിന്റെ ഒക്കെ മതിൽ പണിയുകയാണെന്ന വിമർശനം ഉയരുന്നു. ജനങ്ങൾ പലപ്പോഴും തെറ്റുകൾ ക്ഷമിച്ചേക്കാം, പക്ഷേ ഇരട്ടത്താപ്പ് അതവർ ക്ഷമിക്കാറില്ല. രാഷ്ട്രീയത്തിലെ എതിരാളികൾക്കെതിരെ ഉയർത്തിയ മാനദണ്ഡങ്ങൾ സ്വന്തം വീട്ടുവാതിൽക്കൽ എത്തിയപ്പോൾ മാറിപ്പോകുന്ന കാഴ്ചയാണ് ജനവിശ്വാസത്തെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത്. ഇന്ന് ഇഡി പരിശോധിക്കുന്നത് ഒരു ബാങ്ക് ലോക്കർ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ വിശ്വാസ്യതയും പൊതുജീവിതത്തിന്റെ ധാർമ്മിക അവകാശവാദങ്ങളെയും കൂടിയാണ്. കാരണം ലോക്കറുകൾ തുറക്കുമ്പോൾ പുറത്തു വരുന്നത് സ്വർണമോ രേഖകളോ മാത്രമായിരിക്കണമെന്നില്ല. വർഷങ്ങളായി അധികാരത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പുറത്തു വരാം. ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കല്ല മുൻതൂക്കം. പുറത്തുവരുന്ന സത്യത്തിനാണ് ഒടുവിൽ മറുപടി പറയേണ്ടി വരിക.